നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു അത്. ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിയെ മർദ്ദിച്ച വാർത്ത. അപ്പോൾ ആ മർദ്ദനത്തിന് ശേഷം പിടിയിലായ അച്ഛനെയും രണ്ടാനമ്മയെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഒളിവിലായിരുന്ന ഇരുവരും ഇന്നലെ രാത്രിയിലാണ് പിടിയിലായത്. മർദ്ദനമേറ്റ 4ാം ക്ലാസ്സുകാരി നിലവിൽ പിതാവിന്റെ അമ്മയുടെ സംരക്ഷണത്തിലാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് കുട്ടിയെ കാണാനെത്തും എന്നതുകൂടിയാണ് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, ഈ പ്രതികളെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? എന്താണ് ഏറ്റവും പുതിയ വിവരം? അച്ഛനും രണ്ടാനമ്മയും നിലവിൽ നൂർനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. രാവിലെയോടുകൂടി അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈകുന്നേരം കോടതിയിൽ ഹാജരാക്കും. രണ്ടുപേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞിനെ അങ്ങനെ ഒരു കാര്യമായ രീതിയിലുള്ളൊരു മർദ്ദനം സാധാരണ രീതിയിൽ വീട്ടിൽ നൽകുന്ന ശിക്ഷണം മാത്രമാണ് എന്നുള്ളതാണ് അച്ഛനും രണ്ടാനമ്മയും പറയുന്നത്. പക്ഷേ കുഞ്ഞിൻ്റെ മൊഴിയുണ്ട്, അവളുടെ അനുഭവക്കുറിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വകുപ്പുകൾ അത്തരത്തിലുള്ള വകുപ്പുകളാണ്, ജുവനൈൽ ജസ്റ്റിസ് അടക്കമുള്ള വകുപ്പുകളാണ് ഇട്ടിട്ടുള്ളത്. കുഞ്ഞ് നിലവിൽ അച്ഛൻ്റെ അമ്മയുടെ സംരക്ഷണയിലാണുള്ളത്. ഇന്നലെ ശിശുക്ഷേമ സമിതി ഓഫീസിലെത്തിയ അവർ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ചുമതല ഔദ്യോഗികമായി തന്നെ അവർക്ക് കൈമാറിയിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് കുഞ്ഞ് സ്കൂളിലെത്തിയപ്പോൾ ദേഹത്ത് പാടുകളും മറ്റും കണ്ട് അധ്യാപകരും PTA-യിലുള്ളവരും ഒക്കെ ചേർന്ന് പോലീസിൽ പരാതി നൽകുകയും ഈ അച്ഛനെയും രണ്ടാനമ്മയ്ക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത്. അച്ഛൻ 1ാം പ്രതിയും രണ്ടാനമ്മ 2ാം പ്രതിയുമാണ്. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ രണ്ടാനമ്മയും അച്ഛൻ്റെ അമ്മയും തമ്മിൽ ചില വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മുമ്മയെ കാണാൻ പോകരുത് എന്ന് കുഞ്ഞ് പറഞ്ഞിരുന്നു. അങ്ങനെ രണ്ടാനമ്മ പറഞ്ഞത് ലംഘിച്ചുകൊണ്ട് കുഞ്ഞ് അമ്മുമ്മയെ കാണാൻ പോയി. അതിനെ തുടർന്നുണ്ടായ വഴക്കിലാണ് കുഞ്ഞിനെ വലിയ രീതിയിൽ മർദ്ദിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രഘു, അതേപോലെ ഈ കുഞ്ഞിനെ കാണാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി എത്തും എന്നും അറിയുന്നുണ്ട്. എപ്പോഴാകും മന്ത്രി എത്തുക? വിദ്യാഭ്യാസ മന്ത്രി ആലപ്പുഴയിലുണ്ട്. രാവിലെ അദ്ദേഹത്തിന് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് 1-2 ഔദ്യോഗിക പരിപാടികളുണ്ട് ആലപ്പുഴ ജില്ലയിൽ. ഇതിനുശേഷം ഒരു 12 മണിയോടുകൂടിയായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി കുട്ടിയെ സന്ദർശിക്കാൻ വേണ്ടി എത്തുന്നത്. നിലവിൽ അവൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്, അതായത് അച്ഛനും രണ്ടാനമ്മയും പുതിയൊരു വീട്ടിലേക്ക് മാറിയിരുന്നു. ആ വീട് അടഞ്ഞു കിടക്കുകയാണ്. ഇവർ ശൂരനാട് എന്നുള്ളൊരു സ്ഥലത്ത് മറ്റൊരു ബന്ധുവീട്ടിലാണ് അമ്മുമ്മയും കൊച്ചുമകളും ഉള്ളത്. ഒരുപക്ഷെ അവിടെയോ അല്ലെങ്കിൽ ചാരുമൂട്ടിലെ വീട്ടിലോ ആയിരിക്കും കുഞ്ഞിനെ കാണാൻ വേണ്ടി എത്തുക.